أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إنما أنا لكم نذير مبين. فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم. والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1085 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നമാ അന ലക്കും നദീറും മുബീൻ. فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم. والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 49 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അവിടെ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള മനസ്സുകൾ ഉണ്ടാകുന്ന വിധത്തിൽ, അവരുടെ കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാതുകൾ ഉണ്ടാകുന്ന വിധത്തിൽ എന്ന ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് മുഖ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നത്. എന്നിട്ട് അല്ലാഹു ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. നിശ്ചയമായിട്ടും അന്ധത ബാധിക്കുന്നത് നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളിലാണ്, കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം. ആളുകൾ ചരിത്രത്തിൽ നിന്നും അതുപോലെ ചരിത്രത്തിന്റെ ശേഷിപ്പുകളിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നവര് ആവുകയാണ് വേണ്ടത്. അതിനുതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുകളാണ് മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പിന്നിട്ട സമൂഹങ്ങളുടെ ചരിത്രം അവരുടെ കാലഘട്ടങ്ങളിൽ അനുവർത്തിച്ച നയങ്ങൾ, അതിന്റെ ഫലമായി അവര് നേടിയ വിജയം അല്ലെങ്കിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയം തുടങ്ങിയ സംഗതികളിൽ കൃത്യമായിട്ടും ഏത് കാലഘട്ടത്തിലെയും സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപാഠവുമുണ്ട്, മാർഗദർശനം ഉൾക്കൊള്ളാവുന്ന ജീവിത പാഠങ്ങളും ഉണ്ട്. എന്നാൽ ആളുകൾ അതിനൊന്നും ശ്രദ്ധയോ താല്പര്യമോ കാണിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിനോട് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ധാർഷ്ട്യത്തോടു കൂടി അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളൊക്കെ
നീ മുന്നോട്ട് വെച്ച ഈ സംഗതിയെ തള്ളിക്കളഞ്ഞവരാണല്ലോ. എന്നിട്ട് എന്താണ് ഈ പറയുന്ന നീ താക്കീത് ചെയ്യുന്ന ശിക്ഷയൊന്നും ഇങ്ങ് വരാത്തത് എന്നതാണ് അവർ ഉന്നയിച്ച കാര്യം. വയസ്താഴ്ജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു എന്നാണ് അള്ളാഹു അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശിക്ഷ വേഗം അങ്ങ് വരട്ടെ എന്നുള്ള നിലക്കാണ് അവരുടെ സംസാരം. അള്ളാഹു ഒരിക്കലും തന്നെ തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അത് നിങ്ങൾക്ക് ഗുണകരമായ വാഗ്ദാനമായാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിപത്ത് സംഭവിക്കും എന്ന വിധത്തിലുള്ളതാണെങ്കിലും നിശ്ചയമായിട്ടും അതിന് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വൈന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഅദ്ദൂൻ. അത് നിങ്ങളുടെ കണക്ക് പ്രകാരമുള്ള ഒരു സമയക്രമത്തിലായിക്കൊള്ളണം എന്നില്ല. മാത്രവുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമായതാണ് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ഈ ദീർഘമായ കാലത്തിനെ അപേക്ഷിച്ച് നിങ്ങളിപ്പോ ശിക്ഷയൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിധത്തിൽ നിഗളിക്കുന്ന ഈ കുറഞ്ഞ കാലം അത് വളരെ നിസ്സാരമായ ഒരു കാലം മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് തുല്യമായ അത്രയും ദൈർഘ്യമുള്ളതാണ് എങ്കിൽ ഇപ്പോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന പേരിൽ നിങ്ങളിപ്പോ കാണിക്കുന്ന നിഗളിപ്പ് അതിനൊന്നും യാതൊരു അടിത്തറയുമില്ല. വളരെ ചുരുങ്ങിയൊരു കാലം മാത്രമാണ് ഈ നീണ്ടുപോകല്. നിങ്ങൾ ശിക്ഷ വരട്ടെ എന്ന വിധത്തില് അള്ളാഹുവിനെയും പ്രവാചകനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്ന ഈ കാര്യം നിർവഹിക്കുന്നത് അത് വളരെ കുറഞ്ഞൊരു സമയമാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം തീർച്ചയായിട്ടും നാം അത്തരം സമൂഹങ്ങളുടെ കാര്യത്തില് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കെതിരെയുള്ള നടപടി ഉണ്ടാവുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് വിവിധ ദിശകളിലേക്കായിട്ടൊന്ന് യാത്ര ചെയ്താൽ മതി. മിൻ ഖറിയത്തിൻ അംലൈതു ലഹ വഹിയ ളാലിമ. ധിക്കാരികളായ സമൂഹം അധിവസിച്ചിരുന്ന എത്രയോ ഭൂപ്രദേശങ്ങൾ, എത്രയോ ഖറിയകളെ നാം അവർക്ക് വേണ്ട ഒരു സമയം അനുവദിച്ചു നൽകുകയും സുമ്മ അഖത്തുഹ പിന്നീട് അവയെ ഞാൻ പിടികൂടുകയും ചെയ്തു എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന വൈലൈഹൽ മസീർ. മാത്രവുമല്ല അവരുടെയൊക്കെയും മടക്കം വൈലയ്യൽ മസീർ, നമ്മുടെ അടുക്കലേക്കാണ്. ഈ കാര്യമാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലക്കാണ് ഈ ആയത്തിന്റെ തുടക്കം. പ്രവാചകരെ പറയുക, ഖുൽ, അവരോട് പറയുക, യാ അയ്യുഹന്നാസ് ഇന്നമാ അന ലക്കും നദീറും മുബീൻ. ജനങ്ങളെ, ഞാൻ തെളിമയോടുകൂടി താക്കീത് നൽകുന്ന ഒരു താക്കീതുകാരൻ മാത്രമാണ്. ആളുകള് ഈ സന്തോഷ വൃത്താന്തമായാലും താക്കീതായാലും ഇതൊക്കെ നടപ്പിൽ വരുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇച്ഛയനുസരിച്ചാണ് എന്ന വിധത്തിലാണ് ആളുകളുടെ പ്രതികരണം. അപ്പോ അവരെ തിരുത്തിക്കൊണ്ട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഞാനിത് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചില സന്തോഷ വൃത്താന്തം നൽകേണ്ടതുണ്ട്, നിങ്ങൾക്ക് ചില താക്കീതുകളും നൽകേണ്ടതുണ്ട്. അത് നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന്റെ ഒന്നും നിയന്ത്രണം എന്റെ കയ്യിലല്ല. ഞാനല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ആർക്ക് എപ്പോ എന്ത് സംഭവിക്കണം എന്നതൊന്നും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. യാ അയ്യുഹന്നാസ് ഇന്നമാ അന ലക്കും നദീറും മുബീൻ. എന്റെ റോൾ ഇത്രയേ ഉള്ളൂ, ഒരു താക്കീതുകാരനായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വന്ന് പറയുക, നിങ്ങളെ ഒന്ന് ഉണർത്തുക.
നിങ്ങളെ ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ഉത്തരവാദിത്വം. അതിനപ്പുറത്തേക്ക് ആർക്ക് എന്ത് സൗഭാഗ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്ത് വിപത്ത് ഉണ്ടാവണം, അത് എപ്പോ ഉണ്ടാവണം, എത്ര അളവിലുണ്ടാവണം, ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ല. അതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. അതൊക്കെയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ ധൃതിയില് ഇങ്ങ് വരട്ടെ എന്ന വിധത്തില് ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞു എന്ന് കരുതിയിട്ട് അതങ്ങ് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഒരു ദുരന്തമുഖത്ത് എത്തി നിൽക്കുമ്പോ ആ ദുരന്തം ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി എന്നോട് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. അതൊന്ന് നീക്കി വെക്കാൻ, അല്ലെങ്കിൽ അത് ഒന്ന് മാറ്റിവെക്കാൻ എനിക്ക് കഴിയില്ല. അതൊന്നും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ഈ കാര്യം തെളിമയോടുകൂടി അവരോട് അങ്ങ് പറഞ്ഞേക്കുക പ്രവാചകരെ എന്നാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നതാണ് എന്ന വിധത്തിലാണ് അവരുടെ സംസാരം, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിന്റെ ടോണ് വരുന്നത്. അപ്പോ അതിലൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ഈ കാര്യം ചെയ്യുന്നത്. ഈ വിവരം അറിയിക്കുക മാത്രമാണ്, ഒരു താക്കീതും ഒരു മുന്നറിയിപ്പും ഒക്കെ അവരിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമതല. യാ അയ്യുഹന്നാസ് ഇന്നമ അന ലക്കും നദീറും മുബീൻ, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളുടെ കാര്യത്തില് ഒരു നദീറാണ്. വളരെ തെളിമയോടുകൂടി കാര്യങ്ങള് യാതൊരു അവ്യക്തതയും ഇല്ലാതെ, വളച്ചുകെട്ടില്ലാതെ മുന്നറിയിപ്പ് നൽകുന്ന, താക്കീത് നൽകുന്ന ഒരുവൻ മാത്രമാണ്. ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഇനി ഞാൻ മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസ പാത സ്വീകരിക്കുന്ന ആളുകൾ, രണ്ട് സാധ്യതകളാണുള്ളത്. ചിലര് അതിനെ മുഖവിലക്ക് എടുത്തുകൊണ്ട് അത് ഉൾക്കൊള്ളുകയും പിൻപറ്റുകയും ചെയ്യും. അവരെയാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്. ചിലർ അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനെ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യും. അതിനാണ് കുഫർ എന്ന് പറയുന്നത്. അപ്പോ അത്തരം ആളുകളാണ് കാഫിറുകൾ. അപ്പൊ ഇവിടെ ഈ രണ്ട് വിഭാഗത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ഈ സന്ദേശത്തെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, വല്ലദീന സഅഉ ഫീ ആയാതിന മുഅജിസീന, അതിന്റെ മുമ്പ് ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമുക്തിയുണ്ട്, പാപമോചനമുണ്ട്, വരിസുഖുൻ കരീം, ഉദാരമായ ജീവിത വിഭവങ്ങളും. പാപമോചനവും ജീവിത വിഭവങ്ങളും അള്ളാഹുവിന്റെ രണ്ട് അനുഗ്രഹങ്ങളാണ്. അവർക്ക് ജീവിതത്തിലുണ്ടായ ഇടർച്ചയും പതർച്ചയും വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കുന്നു എന്നതാണ് അവരോടുള്ള അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഔദാര്യങ്ങളിലൊന്ന്. രണ്ടാമത്തത് റിസ്ഖുൻ കരീം, വളരെ ഉദാരമായ ജീവിത വിഭവങ്ങളും അവർക്കായിട്ടുണ്ട്. വളരെ മാന്യമായ ജീവിത വിഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നു. അത് അതിന്റെ അളവിലുമാകാം, അത് ലഭിക്കുന്ന രീതിയിലുമാകാം. വളരെ ഉദാരമായ വിധത്തിൽ, അല്ലെങ്കിൽ മാന്യമായ വിധത്തിലുള്ള ജീവിത വിഭവങ്ങൾ അവർക്ക് നൽകപ്പെടുന്നതാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അവർക്കായിട്ട് അള്ളാഹു ഔദാര്യപൂർവം രണ്ട് കാര്യങ്ങളാണ് സത്യവിശ്വാസം സ്വീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയും അതുപോലെ അമലു സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് ലഹും മഗ്ഫിറത്തുൻ, ഏത് മനുഷ്യനും അവര് സത്യവിശ്വാസ പാത സ്വീകരിച്ചവരാണെങ്കിൽ തന്നെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നവരാണെങ്കിൽ തന്നെ അവർക്ക് പല വീഴ്ചകളും പോരായ്മകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെയും തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും. അതുപോലെ വരിസുഖുൻ കരീം, അവർക്ക് ഉദാരമായ മാന്യമായ വിഭവങ്ങളും ലഭിക്കുന്നതാണ്. ഈ മാന്യമായ വിഭവം എന്ന് പറയുന്നത് അവർക്ക് നൽകപ്പെടുന്ന വിഭവങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ളപ്പോൾ തന്നെ
അത് നേടുന്നത് വളരെ മാന്യമായ അല്ലെങ്കിൽ ആനന്ദകരമായ പ്രയാസരഹിതമായ മനസ്സിന് തൃപ്തി നൽകുന്ന രീതിയിലായിരിക്കും എന്ന ഒരു സൂചന കൂടി ആ വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. റിസ്ഖുൻ കരീം എന്നത്. വല്ലദീന സഅഉ ഫീ ആയാതിനാ മുഅജിസീൻ. ഇത് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദേശത്തോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് വിശ്വാസികളായി മാറുകയും ആ വിശ്വാസത്തിന്റെ അടിത്തറയിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഗ്ഫിറത്തുണ്ട്, അതുപോലെ അത്യുദാരമായ ജീവിത വിഭവങ്ങളും ഉണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗം, അവരുടെ പ്രത്യേകത വല്ലദീന സഅഉ ഫീ ആയാതിനാ മുഅജിസീൻ. അവര് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തോൽപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ്. അതാണ് രണ്ടാമത്തെ വിഭാഗത്തിന്റെ എൻഗേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാന്റെ ആയാത്തുകളെ പൊളിക്കുക, അതിനെ പരാജയപ്പെടുത്തുക, അതിനു വേണ്ടിയാണ് അവര് സമയം വ്യയം ചെയ്യുന്നതൊക്കെ. അവരുടെ കഴിവ്, ദൈക്ഷണികമായ സാധ്യതകള്, അവരുടെ വിഭവങ്ങള്, അവരുടെ ധനം, അവരുടെ സമയം, ഇതൊക്കെ അവർ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണാം. എന്താണ് അവര് അതിലൂടെ ലക്ഷ്യമിടുന്നത്, ആത്യന്തികമായി അവരെന്താണ് നേടാൻ പോകുന്നത് എന്നത് ഒരുപക്ഷെ വളരെ നമുക്ക് കൗതുകകരമായിട്ട് തോന്നിയെന്ന് വരും. ആലോചിക്കുന്നേ ഉണ്ടാവില്ല അവര്. ജീവിതകാലം മുഴുവനും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നേരിടാൻ വേണ്ടി, അവര് മുന്നോട്ട് വെച്ച സംഗതികളെ തകർക്കാൻ വേണ്ടി നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഗവേഷണം ചെയ്യുന്നു, അതിന്റെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുന്നു, അതിനുവേണ്ടി സമയം ചെലവിടുന്നു, യാത്ര ചെയ്യുന്നു, പണം ചെലവഴിക്കുന്നു, അങ്ങനെ പലതും അവര് ചെയ്യുന്നുണ്ടാവും. അത് എന്ത് നേട്ടമാണ് അവർക്ക് ഇവൻച്വലി നൽകാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നേ ഇല്ല. അവരുടെ സഅയ്, അവരുടെ പ്രയത്നം എന്ന് പറയുന്നത് എന്തിലാണ്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തോൽപ്പിക്കുന്നതിലാണ്. വല്ലദീന സഅഉ ഫീ ആയാതിനാ മുഅജിസീന. ചെറുത്തു തോൽപ്പിക്കുക, അതിജയിക്കുക, അല്ലെങ്കിൽ മേൽക്കൈ നേടുക എന്നൊക്കെയാണ് ഈ മുഅജിസ് എന്ന വാക്കിന്റെ സൂചന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ മേൽ അവര് കരുത്ത് തെളിയിക്കുന്നവരായി, നമ്മുടെ ആയാത്തുകളെ തകർക്കുന്നതിനും പരാജയപ്പെടുത്തുന്നതിനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവരുടെ ജീവിത പ്രയത്നം തന്നെ ഈ സത്യത്തിനെ വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളെ പരാജയപ്പെടുത്താനാണ്. പോസിറ്റീവായിട്ട് യാതൊന്നും അവരുടെ കയ്യിലില്ല. എന്തെങ്കിലും ഭൂമുഖത്ത് സ്ഥാപിച്ചെടുക്കാൻ, സൃഷ്ടിപരമായ വല്ലതും ഉണ്ടാക്കിയെടുക്കാൻ ഒന്നും അവരുടെ കയ്യിലില്ല. എന്നാൽ അവര് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അവന്റെ ദൂതൻ മുഖേന മനുഷ്യരാശിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ജീവിത ദർശനത്തെയാണ്, അതിന് പിൻബലം നൽകുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളെയാണ് അവർ തകർക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉലൈക അസ്ഹാബുൽ ജഹീം, അവരാണ് നരകത്തിന്റെ അവകാശികൾ. നരകവാസികളാകാൻ പോകുന്നത് അവരാണ്. അവർക്ക് അർഹതയുള്ള, അവരർഹിക്കുന്ന ഒരു പ്രതിഫലം അതാണ്. ഉലൈക അസ്ഹാബുൽ ജഹീം. നേരത്തെ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന്റെ അടിത്തറയിലുള്ള അഅ്മാലുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തത് ഒന്ന് മഗ്ഫിറത്താണ്, രണ്ടാമത്തത് റിസ്ഖുൻ കരീമാണ്. അത് രണ്ടും ഇഹലോകത്ത് തന്നെ ആണ് എന്ന് ധരിക്കേണ്ടതില്ല, അതുമാണ്. ഇഹലോകത്ത് പോലെ തന്നെ പരലോകത്തും അവർക്ക് ഈ വാഗ്ദാനങ്ങൾ പുലരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവരാണ് നരകത്തിന്റെ ആളുകൾ. ഉലൈക അസ്ഹാബുൽ ജഹീം, നരകത്തിന്റെ അവകാശികൾ, നരകത്തിന്റെ ആളുകൾ അവരാണ്. അതാണ് അവരെ ഏറ്റുവാങ്ങാൻ പോകുന്ന ആക്ഷേപത്ത്. എന്നിട്ട് ഒന്നാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഇന്ന്
പഠിക്കേണ്ടിയിരിക്കുന്ന. അത് ആ ഭാഗം ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഖുൽ യാ അയ്യുഹൻ നാസ് ഇന്നമാ അന ലക്കും നദീറും മുബീൻ, ഇങ്ങനെ വ്യക്തതയോടുകൂടി ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ജനങ്ങളെ, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ തെളിമയോടുകൂടി ഒരു താക്കീത് നൽകുന്നവനായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഏറ്റുവാങ്ങുന്ന സൗഭാഗ്യങ്ങളുടെയോ നിങ്ങൾ നേരിടേണ്ടി വരുന്ന വിപത്തുക്കളുടെയോ ഒന്നും ആസൂത്രകനോ നടപ്പിലാക്കുന്ന ആളോ ഞാനല്ല. നിങ്ങൾ അതിന്റെ പേരിൽ അത് നേരത്തെ ആവുന്നു, അത് വൈകി പോകുന്നു എന്നതിന്റെ പേരിലൊന്നും എന്നോട് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്നോട് നിങ്ങൾ സ്വരം കടുപ്പിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തതുകൊണ്ട് വിശേഷിച്ച് ഫലമൊന്നുമില്ല. അതൊന്നും എന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമേ അല്ല. അതൊക്കെയും അള്ളാഹു കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കുക, നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഒരു താക്കീത് നൽകുക എന്നത് മാത്രമാണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് വിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിത സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്മകൾ ചെയ്യുന്ന ആളുകൾ, അമാലു സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷാ നിർഭരമായ ഒരു പരിണിതിയാണ് വരാനിരിക്കുന്നത്. ഒന്നാമത് അവർക്ക് സംഭവിച്ചു പോയ വീഴ്ചകളൊക്കെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമതായിട്ട് അത്യുദാരമായ വിഭവങ്ങൾ അവർക്ക് നൽകപ്പെടുകയും ചെയ്യും. സൗഭാഗ്യകരമായ ഒരു ജീവിതമാണ് അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ വല്ലദീന സഅഉ ഫീ ആയാതിന മുഅജിസീന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തോൽപ്പിച്ചു കളയാം എന്ന വിധത്തിൽ ഒരു വെപ്രാളപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി ഓടി നടക്കുന്ന ആളുകൾ, അവരെ ഏറ്റുവാങ്ങാൻ പോകുന്നത് നരകാഗ്നിയാണ്. അവര് നരകത്തിന്റെ ആളുകളായിട്ടാണ് മാറാൻ പോകുന്നത് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.